പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി യെശയ്യാ പ്രവചനം 64 അധ്യായം 6 വാക്യം വായിക്കാം. ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പാറ്റിക്കളയുന്നു. ദൈവമക്കളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യെശയ്യാവ് നമ്മെ ഓർപ്പെടുത്തുകയാണ്, നമ്മുടെ നീതി പ്രവർത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെയാണ്. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പാറ്റിക്കളയുന്നു. അകൃത്യം ചെയ്തിട്ട്, പാപം ചെയ്തിട്ട്, ഹല്ലേലൂയ, നീതി പ്രവൃത്തികൾ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസ സ്നാനമേറ്റ് യേശുവിനോട് കൂടെയുള്ള ഒരു ജീവിതം, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നീതി പ്രവൃത്തികൾ അതാണ് ചെയ്യേണ്ടത് എന്ന് യെശയ്യാ പ്രവചന പുസ്തകത്തില് യെശയ്യാവ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെയും അതുകൊണ്ടാണ് പറയും, നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണിയാണ്, അതുകൊണ്ട് പ്രയോജനമില്ല. നീതി പ്രവൃത്തി എപ്പോഴാണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മുടെ സൃഷ്ടാവായ യേശുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിച്ച്, ഹല്ലേലൂയ, അവനിൽ വിശ്വാസ സ്നാനമേറ്റ് നാം അവനിലും അവൻ നമ്മിലും വാസം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ നല്ല പ്രവൃത്തികള് അന്നേരമാണ് നല്ല പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടത്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തി പോലും അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പറ്റി പറയുകയാണ്, അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നു. യേശു കർത്താവ് സ്നാനമേറ്റ് ഹല്ലേലൂയ തന്റെ പരിശുദ്ധ ശുശ്രൂഷ ചെയ്തപ്പോൾ യേശു കർത്താവ് എങ്ങനെയാണ് അവൻ നന്മ ചെയ്ത് അപ്പോ വിശ്വാസ സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാണ്? നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും സഞ്ചരിച്ചു. അത്ഭുതങ്ങൾ ചെയ്ത് പിശാച് ബാധിച്ചവരെ ഒക്കെയും പുറത്താക്കി, ഹല്ലേലൂയ, സൗഖ്യമാക്കി, ഹല്ലേലൂയ, നന്മ ചെയ്തുകൊണ്ട് യേശു കർത്താവ് നടന്ന് തന്റെ ശുശ്രൂഷ തികച്ച കാര്യം നമ്മൾ ഓർക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ജീവിത യാത്രയില് ഹല്ലേലൂയ അകൃത്യം ഉള്ളിൽ വെച്ചതുകൊണ്ട് നല്ല പ്രവൃത്തി ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി ദൈവ പൈതൽ ആയതിനു ശേഷം നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തികൾ നിമിത്തം ദൈവം നമ്മെ രക്ഷിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ നമ്മെ ഓർപ്പെടുത്തുകയാണ്. യാക്കോബിന്റെ ലേഖനം 2 അധ്യായം 14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സഹോദരന്മാരെ, ഒരുത്തനും തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? നമുക്ക് വിശ്വാസമുണ്ട്, യേശുക്രിസ്തുവിൽ വിശ്വാസമുണ്ട്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ് യേശു എന്ന് നമ്മുടെ രക്ഷിതാവാണ്, നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷേ നമുക്ക് പ്രവൃത്തിയില്ലെങ്കിൽ എന്താണ് പ്രയോജനം? വിശ്വാസത്താൽ അവന് രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനും സഹോദരിക്കും നഗ്നരും അഹോവർത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുക, വിശപ്പടക്കുകയും ചെയ്യുവീനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? ഒരു സഹോദരനും സഹോദരിക്കും അഹോവർത്തിക്ക് നിവൃത്തിയില്ലാത്ത ഒരു സഹോദരനും സഹോദരിയും നമ്മുടെ ഇടുക്കൽ വന്നു കഴിഞ്ഞിട്ട് അവരോട് നമ്മൾ പറയുകയാണ്, നിങ്ങൾ പോയി തീ കാഞ്ഞോ, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു കാര്യവുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രവൃത്തി വേണം. ഫെയ്ത്ത് ഈസ് ഇൻവിസിബിൾ. നമ്മുടെ വിശ്വാസം നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. ബട്ട് വർക്ക് മേക്ക് ഇറ്റ് വിസിബിൾ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ നമുക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് കാണാം. അതുകൊണ്ടാണ് നമ്മൾ എബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ എബ്രഹാം ജസ്റ്റിഫൈ ചെയ്തത്, നീതീകരിക്കപ്പെട്ടത്, ഹല്ലേലൂയ, തന്റെ മകനായ ഇസാക്കിനെ യാഗം കഴിച്ചപ്പോഴാണ്. യാഗം കഴിച്ചു, അത് പ്രവൃത്തി മുഖേനയാണ് അവൻ നീതീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ
രാഹാബ് എന്ന പാപിയായ സ്ത്രീ ഹല്ലേലൂയ ഒറ്റുകാരെ തന്റെ വീട്ടിൽ പാർപ്പിച്ച് ഹല്ലേലൂയ അവരെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും അവളുടെ പ്രവൃത്തി കൊണ്ടാണ് അവൾ നീതീകരിക്കപ്പെട്ടത്. ദൈവമക്കളെ, പ്രവൃത്തി കൂടാതെ നമുക്ക് നീതീകരണമില്ല. ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് സഹായകരമായിരിക്കും എന്നാണ് ദൈവം നമ്മെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. രാഹാബ് ദൂതന്മാരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞിരിക്കുകയും ചെയ്തതിനാൽ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. ഇങ്ങനെ അവളുടെ പ്രവൃത്തികൾ കൊണ്ടാണ് രാഹാബ് നീതീകരിക്കപ്പെട്ടത്. എബ്രാഹാം തന്റെ പ്രവൃത്തി കൊണ്ടാണ് നീതീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും നമ്മൾ പ്രവൃത്തിയുള്ളവരായിരിക്കണം, ഫലം കായ്ക്കുന്നവരായിരിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഫെയ്ത്ത്, വിശ്വാസം എന്താണ് കാണാൻ സാധിക്കില്ല. അല്ലല്ലോ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിലെല്ലാം അപ്പോസ്തലനായ പൗലോസ് മെയിനായി പറഞ്ഞിരിക്കുന്നത് വിശ്വാസമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. യേശുക്രിസ്തു നമ്മളെ രക്ഷിച്ചു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. യേശു ആണ് നമ്മുടെ ഉടമസ്ഥൻ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം എന്നൊക്കെ അപ്പോസ്തലനായ പൗലോസ് തന്റെ 14 ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം യാക്കോബ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ടുണ്ടല്ലോ, ഇനി വിശ്വാസം വന്നതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ പ്രവൃത്തിയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്താണ്? അത് നിർജീവമാണ്. പ്രവൃത്തി വേണം എന്ന് അപ്പോസ്തലനായ യാക്കോബ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പ്രവൃത്തി വേണമെന്ന് യാക്കോബ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. യെശയ്യാപ്രവചനം 64 അധ്യായം 6 വാക്യം. ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കരപുരണ്ട തുണി പോലെ ഞങ്ങൾ എല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന്റെ കൃപയും ദയയുമാണ്. ഹിസ് മേഴ്സി ആൻഡ് ഗ്രേസ്. ഹല്ലേലൂയ. നമ്മുടെ ഗുണം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ കഴിയയില്ല. അവൻ നമ്മെ വേരുകെട്ടി സൂക്ഷിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യാതെ ഇരിക്കുന്നത്. മനുഷ്യന്റെ ഈ ശരീരമാണല്ലോ, അത് ജഡമാണ്. അതിന് ജഡമോഹമുണ്ട്, അതിന് പാപ സ്വഭാവമുണ്ട്. ഏത് നിമിഷവും അവന് പാപം ചെയ്യാം. പക്ഷേ നമ്മൾ യേശുവിന്റെ മകനായാൽ, യേശുവിന്റെ മകളായാൽ നമ്മളെ അതിൽ നിന്ന് ചെയ്യാതെ യേശു നമ്മളെ സൂക്ഷിക്കും. അവൻ നമ്മെ വേലികെട്ടി സൂക്ഷിക്കും. ഇവിടെ യെശയ്യാപ്രവചനത്തില് പറയുകയാണ്, നിങ്ങൾ നീതി പ്രവൃത്തികളൊക്കെയും കരപുരണ്ട തുണിയാണ്. കാരണം അവർ അകൃത്യം ചെയ്തിട്ടാണ് നീതി പ്രവൃത്തികൾ ചെയ്യുന്നത്. അകൃത്യം നമ്മൾ ചെയ്യരുത്. ദൈവമക്കളെ, അറിഞ്ഞോ അറിയാതെ നമ്മൾ പാപം ചെയ്തു പോകരുത്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ദൈവത്തിന്റെ കൃപ നമ്മൾ അമിതമായി ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയുവാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതാണ്. ദൈവത്തിന്റെ ദയ നമ്മുടെ മേൽ ആവസിക്കുവാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ദയ, അവന്റെ കൃപ യോവിനും അവന്റെ വസ്തുക്കൾക്കും ദൈവം വേലികെട്ടി സൂക്ഷിച്ച പോലെ ദൈവം നമ്മെ വേലികെട്ടി സൂക്ഷിക്കും. ദൈവം നമ്മളോട് കണ്ണ കാണിക്കും. ദൈവം ഞങ്ങളോട് കൃപ കാണിക്കും. ദൈവം നമ്മളെ കാസൂക്ഷിക്കുന്ന ആ ദൈവത്തിന്റെ വലിയ ദയക്കായി നമ്മൾ ദൈവത്തെ സ്തുതിക്കാം. അപ്പോസ്തലനായ പത്രോസ് ലൂക്കോസിന്റെ 22-34 വാക്യത്തില് പത്രോസിനോട് യേശു കർത്താവ് പറയുകയാണ്, സാത്താൻ നിന്നെ പാറ്റുന്നതിന് എന്നോട് അനുവാദം ചോദിച്ചു. പക്ഷേ നിന്റെ വിശ്വാസം പോയി പോകുമെന്ന് വിചാരിച്ച് ഞാൻ അനുവാദം കൊടുത്തില്ല. പലപ്പോഴും സാത്താൻ ദൈവമക്കളെ നമ്മളെയൊക്കെ പാറ്റുവാൻ വേണ്ടി യേശു ക്രിസ്തുവിനോട് അനുവാദം ചോദിക്കും. പക്ഷേ യേശു ക്രിസ്തു നമ്മളെ പാറ്റുവാൻ സാത്താന്റെ കയ്യിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാത്തത് നമ്മുടെ വിശ്വാസം പോയി പോകുമോ എന്നോർത്താണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ശിമോനെ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അവൻ എന്നോട് അനുവാദം ചോദിച്ചു. പക്ഷേ നിന്റെ വിശ്വാസം പോയി പോകുമോ എന്നോർത്ത് ഞാൻ അനുവാദം കൊടുത്തില്ല. ദൈവമക്കളെ, നമ്മൾ വിശ്വാസം നിൽക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല. ദൈവം നമ്മളെ ഗോതമ്പ് പോലെ പാറ്റുവാൻ
സാത്താൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം അനുവാദം കൊടുക്കാതെ ദൈവം വേലി കെട്ടി സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. ദൈവമക്കളെ, നമ്മുടെ യാതൊരെയോ മിടുക്കുകൊണ്ടല്ല നമ്മൾ കൃപയിൽ നിൽക്കുന്നത്. ദൈവം നമ്മെ കാത്തുസൂക്ഷിക്കുന്നതുകൊണ്ടാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.